ദൈവജനമേ, ലൂക്കായുടെ സുവിശേഷം 14 അധ്യായം 25 മുതൽ 33 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. വലിയ ജനക്കൂട്ടം ഈശോയെ അനുഗമിക്കുമ്പോൾ അവിടുന്ന് തിരിഞ്ഞ് അവരോട് പറയുന്ന വാക്കുകൾ നമ്മെ ചിന്തിപ്പിക്കണം. ആരെങ്കിലും എൻ്റെ അടുക്കൽ വരികയും സ്വന്തം പിതാവിനെയും മാതാവിനെയും ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്താൽ അവന് എൻ്റെ ശിഷ്യയായിരിക്കാൻ സാധിക്കുകയില്ല. ഇത് കുടുംബ ബന്ധങ്ങളെ തള്ളിപ്പറയാനുള്ള ആഹ്വാനമല്ല, പ്രത്യുത ദൈവരാജ്യത്തിന് നാം നൽകേണ്ട പരമമായ മുൻഗണനയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. സഹോദരങ്ങളെ, ശിഷ്യത്വം എന്നത് വില കൊടുത്ത് വാങ്ങേണ്ട ഒരു തിരഞ്ഞെടുപ്പാണ്. അതിനാൽ ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വന്തം കുരിശെടുത്ത് അവിടുത്തെ അനുഗമിക്കണം, കംപ്ലൈൻസ് ഒന്നും ഇല്ലാതെ. ഇന്നത്തെ ലോകത്തിൽ പലപ്പോഴും സുഖലോലുപതയും സ്വാർത്ഥതയുമാണ് നമ്മെ ഭരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വിളി പലപ്പോഴും അവഗണിക്കപ്പെടുന്നു. പാപത്തിൻ്റെ കെണിയിൽ വീണ് ലൗകികമായ നേട്ടങ്ങൾക്കും സുഖങ്ങൾക്കും പിന്നാലെ പായുന്ന നാം ക്രിസ്തു ആവശ്യപ്പെടുന്ന ആത്മപരിത്യാഗത്തെയും അതുപോലെ നമ്മുടെ എല്ലാ സൗകര്യങ്ങളെയും മാറ്റിവെച്ച് കർത്താവിനെ പൂർണ്ണമായി പിൻചെല്ലാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. ശിഷ്യത്വം എന്നത് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ജീവിതശൈലിയാണ്. ആസൂത്രണമൊന്നുമില്ലാതെ ഒരു കാര്യത്തിലും ഇറങ്ങി പുറപ്പെടരുത് എന്ന് ഈശോ ഉപമകളിലൂടെ പഠിപ്പിക്കുന്നു. അതിനാൽ നാം ഓരോരുത്തരും ക്രിസ്തുവിനെ അനുഗമിക്കാനുള്ള നമ്മുടെ തീരുമാനം ആസൂത്രണം ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ വചനങ്ങൾ നമ്മെ ഉണർത്തുന്നത് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായുള്ള ഒരുക്കത്തെക്കുറിച്ചാണ്. സഹോദരങ്ങളെ, നാം ഈ ലോകത്തിലെ ജീവിതം ആസൂത്രണം ചെയ്യുന്നത് പോലെ നിത്യജീവന് വേണ്ടിയും നാം ഒരുങ്ങണം. വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞതുപോലെ, ദൈവം നമ്മെ അവിടുത്തെ സ്നേഹിക്കാനാണ് സൃഷ്ടിച്ചത്, അവിടുത്തെ മഹത്വപ്പെടുത്താൻ. നമ്മുടെ ഹൃദയം അവിടുന്നിൽ വിശ്രമിക്കുന്നത് വരെ അസ്വസ്ഥമായിരിക്കും. ഈശോയുടെ രണ്ടാം വരവിനായി ഒരുങ്ങുന്ന നാം സകലതും ഉപേക്ഷിച്ച് മനസ്സുകൊണ്ട് അവിടുത്തെ ശിഷ്യർ ആകാൻ തയ്യാറാകണം. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് അവിടുത്തെ പൂർണ്ണമായിട്ടുള്ള ഇഷ്ടം നിറവേറ്റി ജീവിക്കാം. അത് നമുക്ക് സമ്പൂർണ്ണ ആശ്വാസവും പ്രത്യാശയും നൽകും.